ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ശേഷം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത ശേഷം മറ്റുള്ള ഫ്രണ്ട്സിനായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മാളായ ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യയാണ്. ഈ മാള അബിയുടെ താമസ സ്ഥലത്ത് നിന്നും 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമുക്ക് പോയി കാണുവാനായിട്ട്. അങ്ങനെ നമ്മൾ മാൾ ഓഫ് ഏഷ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, നമുക്ക് മനസ്സിലാവും. പ്രമോഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ബലൂണൊക്കെ വെച്ച് ഒരു പാർക്ക് പോലെയാണ് മെയിൻ എൻട്രൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ പാർക്കിംഗ് ഏരിയ ഇവരെ സെറ്റാക്കിയിരിക്കുന്നത്. ഇതാ കണ്ടോ, ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ഇവിടെ ഒരു 3000-ൽ കൂടുതലും വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇത് മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ് ഈ ഏരിയ വരുന്നത്. അതുകൊണ്ടാണ് ഈ മൾട്ടി ലെവൽ പാർക്കിങ്ങിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അത്രയ്ക്കും നേരം ഈ മാളിനകത്ത് ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ആ വീഡിയോ പോലും കിട്ടാതെ പോയത്. കണ്ടങ്ങനെ ഞങ്ങളും വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടെയാണ് നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ബാഗ് ഒന്ന് സ്കാൻ ചെയ്ത ശേഷമേ നമ്മളെ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. ഇത് ഈ മാളിൻ്റെ ഒരു മാപ്പാണ്. ഈ മാപ്പ് നോക്കി കയറിപ്പോയാൽ ഏതൊക്കെ ഷോപ്പ് എവിടെയൊക്കെയാണെന്ന് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. മുകളിലോട്ടും താഴോട്ടും കയറാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എസ്കലേറ്റർ വഴിയാണ്. കൂടാതെ ലിഫ്റ്റും ഉണ്ട്. ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റ് വഴിയും കയറിപ്പോകാം. ഈ മാളിനകത്ത് ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളും തിയേറ്ററുകളും ഉണ്ട്. എണ്ണം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, കാരണം ഇവിടെ നമുക്ക് മലയാളം അല്ലാത്തത് കൊണ്ട് അധികം ആരോടും ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുകയില്ല. നമ്മൾ കാണുന്നതും പിന്നെ അബിക്കും തസ്നിക്കും അറിയാവുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഷോപ്പുകളൊക്കെ ഒരുപാട് ഓപ്പൺ ആവാനായിട്ട് തന്നെയുണ്ട്. മാള് തുടങ്ങിയിട്ട് അധികമൊന്നും ആയില്ല, അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ഷോട്ടിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ ലൈറ്റ് സെറ്റിങ്ങും ഇൻറ്റീരിയർ വർക്കും ഒക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. ഇതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ മാളിനെ ഏറ്റവും ഹൈലൈറ്റ് ആക്കുന്നതെന്ന് തോന്നുന്നു. അത്രയ്ക്കും ഭംഗിയോടെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഇതാ കണ്ടോ മറ്റൊരു ലൈറ്റ് സെറ്റിങ് എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്ന്. ഇത് കണ്ടോ, ഇതിനകത്ത് അപ്പുറം സൈഡിൽ കൂടെ വന്ന് ഇരിക്കാനുള്ളൊരു സെറ്റപ്പുണ്ട്. ഞാനത് പിന്നീട് എപ്പോഴുമാണ് കണ്ടത്. മുകളിൽ നിന്ന് ഒരു സൈഡ് വിഷനിലാണ് എനിക്ക് മനസ്സിലായത് ഇരിക്കാനുള്ള സെറ്റപ്പാണ്. ഇത് കണ്ടോ, മണ്ടവശമൊക്കെ ഇത്രത്തോളം ഭംഗിയായിട്ടാണ് റൂഫ് വർക്ക് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഭംഗി തോന്നിച്ചൊരു സ്ഥലമാണിത്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവനും വ്യൂ നന്നായിട്ട് മുകളിലത്തെ എല്ലാം വ്യൂ ശരിക്കും കാണാം. ഇവിടെ ആളുകൾ വന്ന് വിശ്രമിക്കുന്നുണ്ട്. അവർ കണ്ട് കറങ്ങി നടന്ന് മടുത്തിട്ട് വന്നിരുന്നേക്കുന്നതാവാം. ഇതിൻ്റെ ലൈറ്റ് സെറ്റിങ്ങും വേറെയാണ്. കണ്ടോ, ഈ മരമൊക്കെ നല്ല ഭംഗിയായിട്ടാണ് തോന്നിയത്. നല്ല വ്യൂ ആണ് താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ. ഇതിനേക്കാൾ ഭംഗി മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന ഇതിൻ്റെ ഒരു വ്യൂ ഉണ്ട്, അതാണ്. ഇതതിന് തൊട്ട് മുകളിലത്തെ ഫ്ലോറാണ്. ഇത് എവിടെ നിന്ന് എങ്ങനെ വീഡിയോ എടുക്കണമെന്നൊക്കെ ആകെ ടെൻഷനാണ്. അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സൈഡ് കാണണം, അങ്ങനെ നമുക്ക് തന്നെ ഒന്നും മനസ്സിലാകാത്തൊരു ഏരിയയാണ്. കണ്ടൊക്കെ വന്നിട്ട് തിരിഞ്ഞു പോവുകയാണ്. അതുപോലത്തെ സെറ്റപ്പാണ് അകത്ത്. നമുക്ക് തന്നെ ഒരു എന്നാ പറയുന്നത്, ഓടി നടന്ന് എവിടെ കാണണം എന്നറിയത്തില്ലാത്ത ഒരു ടെൻഷൻ വരും. ഇത് ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ബ്രാൻഡഡ് ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ്. ഒരുപാട് ഷോപ്പുകളുണ്ട്. അതങ്ങനെ ഇത് എന്തൊക്കെ ഷോപ്പാണെന്ന് എടുത്തെടുത്ത് കാണിക്കുക, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നത്. ഒരുപാട് കാണിച്ചു പോകുമ്പോൾ വീഡിയോ ലെങ്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐറുമോൾക്ക് അതിനിടയ്ക്ക് എസ്കലേറ്ററിൽ കയറാനൊരാഗ്രഹം. അവൾക്ക് ഇഷ്ടമാണ് കയറാനായിട്ട്. അവളും അവളുടെ അമ്മയും കൂടെ ദാണ്ടേ ഒന്ന് കയറി നോക്കാൻ പോവുകയാണ്. കണ്ടോ, എസ്കലേറ്ററിൽ കയറിയിട്ട് തിരിഞ്ഞ് നോക്കുക ഞങ്ങൾ എന്ത് ചെയ്യത്. സൂപ്പറാണോ?
കൊടുക്കണ പത്തായേ ഹായ് കൂടെ മമ്മി കാണിക്കാം അടുത്ത് കാണിക്കാം ഉണ്ട്. ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഒരുപാട് പേരിങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് അലങ്കരിച്ചേക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ആകർഷിക്കാവുന്ന രീതിയിലാണ് അവരിത് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നി കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് പോകും അറിയാതെ. ഇത് മറ്റൊരു ലൈറ്റ് സെറ്റിങ്. ഞാൻ പറഞ്ഞില്ലേ ഇതിനെ ഭംഗി കൂട്ടുന്നത് ഈ ലൈറ്റ് സെറ്റിങ്ങുകളാണെന്ന്. കണ്ടാൽ നല്ലപോലെ ഇഷ്ടം തോന്നുന്നൊരു ഫാൻസി ലൈറ്റ്. കുറേ നേരം ഞാൻ നോക്കി നിന്നു. ഇതിൻ്റെ ഒരുപാട് എല്ലാ ഫ്ലോറുകളിലും തന്നെ ഒരുപാട് ഫാൻസി ലൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഏറെ ഭംഗിയായിട്ട് തോന്നിച്ചത് എനിക്കതാണ്. ഈ ഫാൻസി ലൈറ്റുകളുടെ എല്ലാ ഒരു സെറ്റിങ്സ് ആയിരിക്കാം ഇതിന് ഏറെ ഭംഗി കൂട്ടുന്നത് എന്ന് തോന്നുന്നു. വേണ്ട ചെരുപ്പിൻ്റെ ഷോപ്പ്, വാച്ചിൻ്റെ ഷോപ്പ്. ഈ ഒരു ഷോപ്പല്ല കേട്ടോ, ഒരുപാട് ഷോപ്പുകളുണ്ട്. അത് ബ്രാൻഡഡായ ഷോപ്പുകളാണ് ഞാൻ പറഞ്ഞു കൂടുതലും ഉള്ളത്. അങ്ങനെ ഷോപ്പുകൾ എടുത്തെടുത്ത് പറയാത്തതാണ്, കാരണം പറയാനാണെങ്കിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ സൈഡിലൊക്കെ. ഇത് കാണാൻ വന്നിരിക്കുന്ന കാഴ്ചക്കാർ ഒരുപാട് പേരും ഇവിടുന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തന്നെയാണ് പോകുന്നത്. കണ്ടോ, അടുത്ത ലൈറ്റ് സെറ്റിംഗ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അത് ഞാൻ പറഞ്ഞത് ഈ ലൈറ്റ് സെറ്റിങ്ങിനൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. കണ്ടോ, പുതിയ ഷോറൂമിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് കമ്മിങ്സ്. കഴിഞ്ഞോ? ഇതിവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ്. പിന്നെയും ഇങ്ങനെ തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമാണ്, കുട്ടികളൊക്കെ ആകർഷിക്കുന്ന രീതിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് 2-3 സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്തെ ലൈറ്റ് സെറ്റിങ് നോക്കിക്കേ, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ലൈറ്റ് ഹാങ് ചെയ്തിട്ടേക്കുന്നത് കാണുമ്പോൾ വളരെയധികം ഭംഗി തോന്നുന്നു. നല്ല രസമുണ്ട് ഹാങ് ചെയ്തേക്കുന്നത് കാണാനായിട്ട്. ഞാനിവിടെ നിന്ന് ഈ വീഡിയോയുടെ ഇൻട്രോ വീഡിയോ എടുത്തതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കേൾക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല, അത്രയ്ക്ക് ബഹളമായിരുന്നു. ഇത് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അതിന് ഫത്താഹ് ഫോട്ടോ എടുക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. അവനോട് കൈ ഇങ്ങനെ ക്ലോക്ക് പോലെ പോകുന്ന രീതിയിൽ വെക്കുന്നതാണ് പാവം. ഇത് തൊട്ട് പുറകെ ഐറമോളും ഫോട്ടോ എടുക്കാനായിട്ട് വന്നിപ്പുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മുകളിൽ നിന്ന് താഴേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നല്ല വ്യൂ ആണ് കിട്ടുന്നതെന്ന്. ഈ ഒരു ഭാഗത്തിന് നല്ല രസമാണ്. ഈ ഭാഗം കണ്ടിട്ട് ഒരു പിന്നെയും കാണണമെന്നൊരു ഇൻട്രസ്റ്റ് തോന്നിയ ഒരു ഏരിയയാണ്. ഇതിന് മുകളിലായിട്ടും നല്ല ഭംഗിയിലാണ് ഇവിടെ നിന്ന് വ്യൂ ചെയ്യാൻ കഴിയുന്നത്. അത് കണ്ടോ, നല്ല ഭംഗിയായിട്ടാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ കണ്ടിട്ടും തീരുന്നുമില്ല. എങ്കിൽ കാണാൻ ഇനി ഏറെ ബാക്കിയുണ്ട്. ഒരുപാട് ഏരിയ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. പകുതിയോളമൊക്കെ കാണാതെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം കണ്ടില്ലാത്തത് ഏതാണെന്ന് അവസാനം നല്ല ടെൻഷനായി. അത്രയ്ക്ക് നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ ഇപ്പോൾ എടുത്തേക്കുന്നത്. കേട്ടോ, ഇങ്ങനെ വന്ന് ഇങ്ങനെ എടുത്ത്
ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കുന്നത്. ഇത് ലൈറ്റ് സെറ്റിംഗ് അല്ല കേട്ടോ, വേറെ എന്തോ അവർ ഹാങ് ചെയ്തിട്ടേക്കുന്നതാണ്. എന്തായാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നോക്കിയേ, നന്നായിട്ട് ഹാങ് ചെയ്ത് ഇട്ടേക്കുന്നുണ്ട്. ലൈറ്റല്ല, ഞാൻ ആദ്യം ലൈറ്റാന്ന് വിചാരിച്ചാണ് വീഡിയോ എടുക്കാനായിട്ട് ഓടി വന്നത്. പക്ഷെ ലൈറ്റല്ല, നല്ല ഭംഗിക്ക് ഹാങ് ചെയ്ത് വെച്ചേക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഇത് മെയിൻ എൻട്രൻസിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഒരു പാർക്ക് പോലെയും അവിടെ ജോക്കർ ഇതാ ഇങ്ങനെയൊക്കെ ഉള്ള കോമാളിക വേഷങ്ങളൊക്കെ ആയിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഭക്ഷണം കഴിക്കാനോ വല്ലത്തിനും വേണ്ടി പോയതായിരിക്കും. എന്നിട്ട് തിരിച്ച് വരുന്ന വഴിയാണിത്. മെയിൻ എൻട്രൻസ് കടന്നു വരുമ്പോഴാണ് ദാണ്ട മാൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞ് വളരെ നല്ല ഭംഗിയായിട്ട് അവർ അലങ്കരിച്ച് വെച്ചേക്കുന്നതാണ്. ഒരുപാട് പൂക്കളൊക്കെ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇതാണ് മാൾ ഓഫ് ഏഷ്യയുടെ എൻട്രൻസ്. ഇവിടെയാണ് ഇവരിങ്ങനെ വന്നിരിക്കുന്നത്. ഇവർ പിള്ളേരുമൊക്കെ ആയിട്ട് കൂടുതലായിട്ട് കളിച്ച് ചിരിച്ച് ഇതിനകത്തൂടെ നടക്കും. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു എന്നാ പറയുന്നത്, ഒരു ഉത്സാഹമാണ് ഇവിടെ വരാനും കളിക്കാനും കാണാനും ഒക്കെ. ഫോട്ടോ എടുക്കുന്നവർ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവർ കൂടാതെ 2 ജോക്കർമാർ കൂടി ഇതിനിടയ്ക്കുണ്ട്. അവരും പിള്ളേരുടെ കൂടെ കളിക്കുകയും ചിരിക്കുകയൊക്കെയാണ്. ആളുകളുടെ ഒപ്പം തന്നെ ജോക്കർമാർ ഫോട്ടോ എടുക്കാനും കൂടുന്നുണ്ട്. ഇതാണ് മാൾ ഓഫ് ഏഷ്യയുടെ മെയിൻ എൻട്രൻസ്. ഒരു വാട്ടർ ഫ്രണ്ടാണ്. വെള്ളമില്ലാത്തത് കൊണ്ടാവാം ഇപ്പോൾ അതെല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. വാട്ടറിൻ്റേതായ ഒരു പരിപാടികളും നടക്കുന്നില്ല, എല്ലാം ഓഫ് ചെയ്തിട്ടേക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും അവരെ ആകർഷിച്ചുകൊണ്ടൊക്കെ വലിയൊരു ബലൂൺ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ലൈറ്റ് സെറ്റിംഗ് കണ്ട ഞാൻ അവിടെ നിൽക്കും കേട്ടോ. കണ്ടോ, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഈ ലൈറ്റ് സെറ്റിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ വന്നെടുക്കുന്നുണ്ട്. കൂടുതലും ലൈറ്റ് സെറ്റിങ്ങിൻ്റെ മാത്രമായിട്ട് ആളുകൾ ഓടി നടന്ന് കാണുന്നുണ്ട്. അതാ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ലൈറ്റ് സെറ്റിങ്ങിന് പ്രത്യേകതയുണ്ടെന്ന്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓരോ ഫ്ലോറിൽ കയറുമ്പോൾ അതിന് ഓരോരോ ഭംഗിയാണെന്ന് മാത്രം. നമ്മുടെ നാട്ടിലില്ലെങ്കിലും സത്തായിന് ഒറ്റയ്ക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടിയൊന്നുമില്ല കേട്ടോ. അവൻ കയറി നല്ല മിടുക്കനായിട്ട് തിരിച്ചു വരും. ഓരോ ഫ്ലോറിൽ കയറുന്നതനുസരിച്ച് ഇതിൻ്റെ ഭംഗി കൂടുകയാണ്. അത് നോക്കി നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും. കണ്ടോ, ഞാൻ മുമ്പ് കാണിച്ചതാണ് ആ ഭാഗമൊക്കെ. എങ്കിലും ഓരോ ഫ്ലോറിൻ്റേതനുസരിച്ച് ഭംഗി കൂടി വരുന്നു. ഇവിടെ എന്താ ഗാനമേളയോ മറ്റോ നടക്കുന്നുണ്ടായിരുന്നു. ഭാഷ മലയാളം അല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം നമ്മളൊന്ന് കണ്ടു നിന്നു. അതിന് ശേഷം അടുത്ത സ്ഥലം കാണാനായിട്ട് പോയി. സത്യം പറഞ്ഞാൽ നടന്നു മടുത്തു. ഇതിലാകെ ഒരാശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. അത്രയും നടന്ന് കാണാനായിട്ടും ഉണ്ട്. 13 ഏക്കറിലാണ് ഈ മാള് പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ കയറി മാളിൻ്റെ ഒരു വ്യൂ ആണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് പിള്ളേരുടെ പാർക്ക്, അങ്ങനെ കുറച്ച് കളിസ്ഥലങ്ങൾ, റൈഡുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടേതായ ഒരു കാർഡുണ്ട്. ആ കാർഡ് എടുത്ത് സ്വൈപ്പ് ചെയ്ത് വേണം ഇവിടെ കയറാനായിട്ട്. പുറത്തുനിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ കാർഡ് എടുക്കാനുള്ള സൗകര്യം അകത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര തിരക്കാണ്. ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത് ഇവിടെയാണ്. മുഴുവൻ റൈഡുകളും കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും. അതുകൊണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം.
എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനും ഞാൻ വീഡിയോ എടുത്തു. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഗെയിം എങ്ങനെയാണെന്ന് മനസ്സിലാകും. ഈ ഗെയിമിൽ ആ പാവേനെ കമ്പിയിൽ തൂക്കിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വന്തമാക്കി കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത്. ഈ ചേട്ടനാണ് 2-3 തവണ ഫെയിലായി. എന്നിട്ട് കാർഡിട്ട് പിന്നെയും സ്വൈപ്പ് ചെയ്ത് കളിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് കാണുമ്പോൾ സങ്കടം വരും. കുരുക്കി കയറിയിട്ട് ആ പാവ ചാടിപ്പോകുന്നതാണല്ലോ എന്നോർത്ത്. ഭയങ്കര റിസ്ക്കാണ് ഈ കളി. എങ്കിലും നല്ല രസം തോന്നി. ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഫുഡ് കോർട്ട്. താഴെയൊക്കെ ഫുഡ് കിട്ടും എങ്കിലും കൂടുതൽ മെയിനായിട്ട് ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നത് ഇവിടെയാണ്. പലതരത്തിലുള്ള ഫുഡുകൾ, ഇന്ത്യൻ ഫുഡ് എല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അതിവിടെ ഇരുന്ന് കഴിക്കാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കഴിക്കാൻ ഒരുക്കിയേക്കുന്നത്. സൗകര്യങ്ങളും അല്ലെങ്കിൽ ഫുഡ് നമുക്ക് കൊണ്ട് തരുന്നതൊക്കെ കാണാനായിട്ട്. ഒരുപാട് കാഴ്ചകളും അത്ഭുതങ്ങളും കൗതുകങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത് കാണാനായിട്ട്. വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോയാൽ നിങ്ങൾ ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം വൈൻഡപ്പ് ചെയ്യുകയാണ്. കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മാളായിരുന്നു. ഏറ്റവും വലിയ മാളെന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കാഴ്ചകൾ, അത്ഭുതങ്ങൾ, ഒരുപാട് എൻജോയ് ചെയ്താണ് തിരിച്ചു വരുന്നത്. മുഴുവൻ ഏരിയയും കവർ ചെയ്ത് കണ്ടോയെന്ന് തന്നെ സംശയം തോന്നിപ്പോവും. അതുപോലെ വലിയ മാളായിരുന്നു. ഏകദേശം എല്ലാം തന്നെ കണ്ടായിരുന്നു കാഴ്ചകൾ. ഓടി നടന്ന് ചുറ്റിനും തന്നെ കാഴ്ചകൾ ഫുള്ള് കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. നടന്ന് മടുക്കും, അത്രയ്ക്ക് നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 13 ഏക്കറോളം സ്ഥലത്താണത് പണിത് കഴിപ്പിച്ചേക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്കും നടന്ന് കാണാനുണ്ട്. നടന്ന് മടുക്കാതിരിക്കണമെങ്കിൽ രാവിലെ പോയി വൈകിട്ട് വരുന്നതായിട്ടുള്ള രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ കുറച്ച് നേരം ഇരുന്നും നമുക്ക് വിശ്രമിച്ചൊക്കെ കാണാനായിട്ടുള്ള സമയം കിട്ടും. അങ്ങനെ കാണുമ്പോൾ നമ്മൾ മടുക്കുകയില്ല, എൻജോയ് ചെയ്ത് തന്നെ കാണുകയും ചെയ്യാം. ഇത് ഞങ്ങൾ മടുത്തു പോയെന്ന് തന്നെ പറയണം. കാരണം ചൂടൊന്നുമില്ല ബാംഗ്ലൂരിൽ, നമ്മുടെ നാട്ടിൽ അത്രയും ചൂടൊന്നുമില്ല. എന്നാലും നടന്ന് മടുത്തു പോയി. ഇനിയും ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഒരുമിച്ച് കാണാം, ഒരുമിച്ച് ആസ്വദിക്കാം. ഓക്കെ, ബൈ.